ഇതിലും വലിയൊരു തിരിച്ചടി ബി.ജെ.പിക്ക് കിട്ടാനില്ല എന്ന് തന്നെ പറയാം. വിദേശത്ത് പറന്നു നടന്ന് സമാധാനം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ബി.ജെ.പി ഇന്ത്യയിൽ വർഗീയ വിഷം ചൊരിഞ്ഞുകൊണ്ട് മണിപ്പൂരിലെ കത്തിക്കുന്ന സമയത്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി.ജെ.പിക്കെതിരെ അടിയന്തര നീക്കം നടത്തുന്നത്. ഇതോടെ ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരസ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ നിന്നും കാണാതായി. ഇനി ഇത് ആവർത്തിക്കരുത് എന്ന താക്കീത് കൂടെയായപ്പോൾ തെരഞ്ഞെടുപ്പിന് മുൻപേ കോൺഗ്രസ് വിജയിച്ചു എന്ന് തന്നെ പറയാം. ഇനി അട്ടിമറി വല്ലതും നടത്തിയാൽ മാത്രമേ ബി.ജെ.പിക്ക് വിജയിക്കാനാവുകയുള്ളൂ എന്ന് ഓടി നടന്ന് പ്രചാരണം നടത്തുന്ന അമിത്ഷായ്ക്ക് നല്ലതുപോലെ മനസ്സിലാവുകയും ചെയ്തു. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിനിടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച പോസ്റ്റുകൾ നീക്കം ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി.ജെ.പിക്ക് അന്ത്യശാസനം നൽകിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പിന്റെ മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്ന് കാണിച്ചാണ് നടപടി. കോൺഗ്രസ്, ജാർഖണ്ഡ് മുക്തി മോർച്ച എന്നീ പാർട്ടികൾ നൽകിയ പരാതിയിലാണ് ഈ അന്ത്യശാസനം. അതുമാത്രമല്ല, സംഭവത്തിൽ ബി.ജെ.പി വിശദീകരണം നൽകണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബി.ജെ.പി ദേശീയ അധ്യക്ഷൻ ജെ.പി നദ്ദയും കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനുമാണ് ജാർഖണ്ഡിൽ വിദ്വേഷ പ്രചാരണം നടത്തിയത്. ജെ.എം.എം നേതൃത്വത്തിലുള്ള സഖ്യ സർക്കാർ ബംഗ്ലാദേശ് നുഴഞ്ഞുകയറ്റക്കാർക്ക് ജാർഖണ്ഡിലെ മദ്രസകളിൽ അഭയം നൽകുന്നുവെന്നാണ് ജെ.പി നദ്ദ ആരോപിച്ചത്. നുഴഞ്ഞുകയറ്റക്കാർക്ക് സഖ്യ സർക്കാർ ആധാർ, ഗ്യാസ് കണക്ഷൻ, റേഷൻ കാർഡ്, ഭൂമി അടക്കം ഉറപ്പ് നൽകുന്നുവെന്നും നദ്ദ പറഞ്ഞിരുന്നു. സംസ്ഥാനത്ത് ആദിവാസികൾ ന്യൂനപക്ഷമായി മാറിയെന്നാണ് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ വാദം. സന്താലിൽ ആദിവാസി ജനസംഖ്യ 44% നിന്നും 28% കുറഞ്ഞെന്നും ചൌഹാൻ വാദിച്ചിരുന്നു. തുടർന്ന് ബി.ജെ.പി നേതാക്കളുടെ പരാമർശങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയായിരുന്നു. നേതാക്കൾ സംസാരിക്കുന്നതിനിടെ വീഡിയോ ബി.ജെ.പി തങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. ജാർഖണ്ഡിന്റെ മുഖഛായ മാറ്റുമെന്ന അടിക്കുറിപ്പോട് കൂടിയാണ് ബി.ജെ.പി വിദ്വേഷപരമായ ഉള്ളടക്കങ്ങൾ പ്രചരിപ്പിച്ചത്. ഇതിനെതിരെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുത്തിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നാണ് സംസ്ഥാനത്തെ നുഴഞ്ഞുകയറ്റക്കാരെ തുരത്തുക എന്നത്. അതേസമയം മുഖ്യമന്ത്രി ഹേമന്ത് സോറനെതിരെ വ്യാജ പ്രചാരണം നടത്തിയ സംഭവത്തിൽ 2 പ്രതികൾ അറസ്റ്റിലായിരുന്നു. ജാർഖണ്ഡിൽ 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് നവംബർ 20-നും വോട്ടെണ്ണൽ 23-നും നടക്കും. 81 അംഗ നിയമസഭയിലേക്കാണ് ജാർഖണ്ഡിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതിൽ ആദ്യഘട്ടത്തിൽ 43 മണ്ഡലത്തിൽ വോട്ടെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്.